ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ഇന്ത്യൻ പൗരന്മാരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങളുടെ പൗരത്വം തെളിയിക്കുന്നതിന് എന്ത് തെളിവാണ് അല്ലെങ്കിൽ എന്ത് രേഖകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അപ്പോൾ ഒരുമാതിരി എല്ലാ ഇന്ത്യക്കാരുടെയും കയ്യിലുള്ള ഒരു രേഖയാണ് ആധാർ കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ ആധാർ കാർഡ് നമ്മുടെ പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു തെളിവല്ല എന്ന് സുപ്രീം കോടതി തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു സംശയം ഉയർന്നു വരും, നമ്മുടെ വോട്ടർ ഐ ഡി കൊണ്ട് നമുക്ക് നമ്മുടെ പൗരത്വം തെളിയിക്കാൻ സാധിക്കുമെന്ന്. കാരണം ഇന്ത്യൻ പൗരനാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ എൻ്റെ കയ്യിൽ ഒരു വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ അത് ഞാൻ പൗരനാണെന്നതിനുള്ള തെളിവല്ലേ എന്ന്. പക്ഷേ ഈ വോട്ടർ ഐ ഡിയും നമ്മുടെ പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു കൺക്ലൂസീവ് പ്രൂഫ് അല്ല എന്നാണ് ബോംബെ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ചില കോടതികളുടെ വിധികളിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള മറ്റൊരു രേഖയാണ് പാൻ കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ പാൻ കാർഡ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ഒരു രേഖയാണ്. അതൊരിക്കലും സിറ്റിസൺഷിപ്പിൻ്റെ തെളിവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ സാധാരണയായി നമ്മുടെ കയ്യിൽ കാണുന്ന ഡോക്യുമെൻറ്റുകളൊന്നും നമ്മുടെ പൗരത്വത്തിനുള്ള കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൂഫ് അല്ല എങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്ന മറ്റൊരു പ്രൂഫാണ് നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പാസ്പോർട്ടിൽ നമ്മുടെ നാഷണാലിറ്റിയിൽ ഇന്ത്യൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഈ പാസ്പോർട്ട് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യൻ പൗരനാണ് എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പൗരത്വം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ സറണ്ടർ ചെയ്യണം. ഇനി മറ്റ് രാജ്യങ്ങളിലൊക്കെ ആ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ രാജ്യത്തിൻ്റെ പൗരനാണ് എന്ന് തെളിയിക്കുന്ന രേഖയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രേഖയായിട്ട്, ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൂഫായിട്ട് ഉപയോഗിക്കാമെന്നാണ് കൂടുതൽ ആളുകളും വിശ്വസിച്ചിരുന്നത്. എങ്കിലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തപ്പോൾ പറഞ്ഞത് ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ പൗരത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അത് കേവലം ഒരു ട്രാവൽ ഡോക്യുമെൻ്റ് മാത്രമാണ് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നപ്പോൾ ഒരുപാട് സംശയങ്ങൾ ആളുകൾ മുന്നോട്ട് വെക്കുകയാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് നമുക്ക് ഇന്ത്യൻ പൗരത്വത്തിൻ്റെ തെളിവായി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല? രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ ഒരുപാട് സമയങ്ങളിൽ നമ്മുടെ പൗരത്വം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം തെളിയിക്കേണ്ട ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ്? സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആളുകളായിക്കൊള്ളട്ടെ, വിദേശ പാസ്പോർട്ടുള്ള ആളുകളായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇന്ത്യയുടെ മാർക്കറ്റിലോ വിദേശ മാർക്കറ്റുകളിലോ നിങ്ങളുടെ സമ്പാദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സുരക്ഷിതമാക്കി വെക്കാൻ അതിനെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ ബാലൻസ് ചെയ്യാൻ കോർപ്പറേറ്റ് ബോണ്ടുകൾ നല്ലൊരു മാർഗ്ഗമാണ്. സോ കോർപ്പറേറ്റ് ബോണ്ടുകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിക്ഷേപിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിൻഡ് വെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോർപ്പറേറ്റ് ബോണ്ടുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു സെബി രജിസ്ട്രേഡ് ബ്രോക്കറായിട്ടുള്ള 4 ഡിഗ്രി വാട്ടർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ബ്രാൻഡ് നെയിമാണ് ഈ വിൻഡ് വെൽത്ത് എന്ന് പറയുന്നത്. മിനിമം 1000 രൂപ മുതലൊക്കെ ഉപയോഗിച്ച് നിക്ഷേപം ആരംഭിക്കാവുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 9 മുതൽ 12% വരെ റിട്ടേൺ നൽകുന്ന ബോണ്ടുകളാണുള്ളത്. ഇനി മന്ത്ലി, ക്വാർട്ടർലി, ആനുവലി അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും റിട്ടേൺസ് ലഭിക്കുന്ന ബോണ്ടുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് മാത്രമല്ല, ഈ പ്ലാറ്റ്ഫോമിലുള്ള ബോണ്ടുകളിൽ വിൻഡ് വെൽത്ത് തന്നെ 2% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ബോണ്ടുകളിലുള്ള കമ്പനിയുടെ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ഇനി ഇവർ ലിക്വിഡിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ബോണ്ടുകൾ മെച്യൂരിറ്റി എത്തുന്നതിന് മുന്നേ അപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് വിൽക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഫിക്സഡ് റിട്ടേൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിൻഡ് വെൽത്ത് പ്ലാറ്റ്ഫോമിലെ ബോണ്ടുകളിൽ നിക്ഷേപിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പുറത്തു വന്നിട്ടുള്ള വാർത്തയുടെ കോണ്ടക്സ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ 24 എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ പാസ്പോർട്ട് സേവാ ദിവസ് എന്ന് പറയുന്നത്. കാരണം ജൂൺ 24 തീയതിയാണ് ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങിൽ നമ്മുടെ പാസ്പോർട്ട് ഒഫീഷ്യൽസും അതുപോലെ തന്നെ മീഡിയയും തമ്മിലുള്ള ഒരു പത്രസമ്മേളനത്തിൽ ഒരു മീഡിയ ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പല സമയത്തും പല ആളുകൾക്കും പൗരത്വം തെളിയിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. SIRൻ്റെ ഭാഗമായിട്ടും NRCയുടെ ഭാഗമായിട്ടും ഒക്കെ പൗരത്വം തെളിയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയായിട്ട് നമ്മുടെ പാസ്പോർട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ തന്നെ ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി വരികയാണ്, പാസ്പോർട്ട് പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല, അത് കേവലം ഒരു ട്രാവൽ ഡോക്യുമെൻ്റ് ആണ് എന്ന്. അപ്പോൾ ഇവിടെയാണ് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് പാസ്പോർട്ട് പൗരത്വത്തിനുള്ള ഒരു രേഖയല്ല എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ലീഗാലിറ്റി എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്.
ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തീരുമാനിക്കുന്നത് നമ്മുടെ ഭരണഘടന, അതുപോലെ തന്നെ പല നിയമങ്ങളിലൂടെയാണ് നമുക്ക് കാണാം. ഇപ്പോൾ പാസ്പോർട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട്സ് ആക്ട് 1967 എന്ന നിയമത്തിൻ്റെ കീഴിലാണ് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതുപോലെ തന്നെ പൗരത്വത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന, അതുപോലെ തന്നെ ഇന്ത്യൻ പൗരത്വ നിയമം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പൗരത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പൗരത്വത്തിൻ്റെ കാര്യത്തിലും പാസ്പോർട്ടിൻ്റെ കാര്യത്തിലും രണ്ട് വ്യത്യസ്ത നിയമങ്ങളായതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളെയും കൂട്ടിച്ചേർക്കാൻ പറ്റുകയില്ല എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇനി നമുക്ക് പാസ്പോർട്ട് നിയമത്തിൻ്റെ കീഴിൽ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അവിടെ ആർട്ടിക്കിൾ 6(2)(a) നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആളുകൾക്ക് പാസ്പോർട്ട് റിഫ്യൂസ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പാസ്പോർട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ ഇന്ത്യൻ പൗരനല്ല എങ്കിൽ അയാൾക്ക് പാസ്പോർട്ട് നിരസിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പാസ്പോർട്ട് പൗരത്വത്തിൻ്റെ തെളിവായി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു വലിയ ചോദ്യം ഈ നിയമത്തെ തന്നെ മുൻനിർത്തി ആളുകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്നാൽ ഇതേ നിയമം ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് 1967 സെക്ഷൻ 20 നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം നമുക്ക് കാണാം. ഇന്ത്യൻ ഗവൺമെൻറ്റിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പബ്ലിക് ഇൻട്രസ്റ്റിനെ മുൻനിർത്തി, പൊതു താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആളുകൾക്കും വേണമെങ്കിൽ പാസ്പോർട്ട് അനുവദിക്കാമെന്നാണ് ഈ സെക്ഷൻ 20 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആളുകൾക്ക് എന്തിനാണ് അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് ഈ പാസ്പോർട്ട് അനുവദിക്കുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ എക്സ്പേർട്ട് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഫ്യൂജീസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വിദേശയാത്ര അല്ലെങ്കിൽ മറ്റ് യാത്രകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് പാസ്പോർട്ട് കൊടുക്കാമെന്നാണ് ഇവിടെ പറയുന്നതെന്ന്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടിബറ്റൻ അഭയാർത്ഥികൾ, അതുപോലെ തന്നെ ശ്രീലങ്കൻ അഭയാർത്ഥികൾ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാമെന്നാണ് ഈ സെക്ഷൻ 20 പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. ഇന്ത്യൻ പാസ്പോർട്ടുള്ള 100% ആളുകളും ഇന്ത്യൻ പൗരന്മാരാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു ലീഗാലിറ്റി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യൻ പാസ്പോർട്ട് പൗരത്വത്തിനുള്ള ഒരു കൺക്ലൂസീവ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പ്രൂഫായി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, പക്ഷേ അപ്പോഴും ആ പാസ്പോർട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ഈ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാനും തിരിച്ചു വാങ്ങാനുള്ള അധികാരവും ഇന്ത്യൻ ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ഇല്ലീഗലായിട്ടാണ് ഈ പാസ്പോർട്ട് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഈ പാസ്പോർട്ട് കൈവശം വെച്ചുകൊണ്ട് ദേശീയ സുരക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ പല സാഹചര്യങ്ങളിലും ഈ പാസ്പോർട്ട് തിരിച്ചു വാങ്ങാനുള്ള അധികാരം ഇന്ത്യൻ ഗവൺമെൻറ്റിനുണ്ട് എന്ന് കാണാം. എന്നാൽ ഒരാളുടെ പൗരത്വം ഇങ്ങനെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ചു വാങ്ങാനോ ഒന്നും ഇന്ത്യൻ ഗവൺമെൻറ്റിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പൗരത്വത്തെയും പാസ്പോർട്ടിനെയും രണ്ടായിട്ട് കാണണമെന്ന് പറയുന്നു. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ പാസ്പോർട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും പാസ്പോർട്ടില്ല. 7 മുതൽ 8% വരെ ഇന്ത്യൻ പോപ്പുലേഷന് മാത്രമേ പാസ്പോർട്ടുള്ളൂ. അപ്പോൾ പാസ്പോർട്ടിനെ ഒരാളുടെ പൗരത്വത്തിനുള്ള വ്യക്തമായ തെളിവായി അല്ലെങ്കിൽ ഔദ്യോഗിക രേഖയായി ഗവൺമെൻറ് പരിഗണിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 90%-ലധികം ആളുകളുടെ കയ്യിലും ഇതില്ലാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടും പാസ്പോർട്ടിനെ പൗരത്വത്തിൻ്റെ രേഖയായി പരിഗണിക്കാൻ സാധിക്കുകയില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് പാസ്പോർട്ട് പൗരത്വത്തിൻ്റെ രേഖയായി പരിഗണിക്കുകയില്ല എന്നോ അല്ലെങ്കിൽ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരികയോ ഒന്നും ചെയ്തിട്ടില്ല. കാലാകാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വരിക മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു വിവാദമായി മാറുന്നത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പല ഇന്ത്യൻ പൗരന്മാർക്കും അവരുടെ പൗരത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുന്നു. അതുപോലെ തന്നെ പൗരത്വ രജിസ്റ്റർ NRC എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. പല സംസ്ഥാനങ്ങളിലും SIR എന്ന പേരിൽ വോട്ടർ പട്ടിക പരിഷ്കരണമൊക്കെ ആയിട്ട് വരുമ്പോൾ പല ആളുകളോടും അവരുടെ പൗരത്വം തെളിയിക്കാൻ ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആധാറോ പാൻ കാർഡോ വോട്ടേഴ്സ് ID ഡ്രൈവേഴ്സ് ലൈസൻസോ ഒന്നും ഈ പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയായിട്ട് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നതിനോടൊപ്പം പാസ്പോർട്ടും പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു കൺക്ലൂസീവ് പ്രൂഫ് അല്ല എന്ന് പറയുമ്പോഴുള്ള ഒരു ആശങ്കയാണ് ഇവിടെ ഉയർന്നു വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഇവിടെ മുന്നോട്ട് വെക്കുകയാണ്. ഒരാൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കണമെങ്കിൽ എന്ത് രേഖയാണ് നമ്മൾ ഹാജരാക്കേണ്ടത്? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനാവുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഭരണഘടന അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 ഈ രണ്ട് കാര്യങ്ങളുടെ കീഴിലാണ് ആരാണ് ഇന്ത്യൻ പൗരനെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഭരണഘടനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1950 ജനുവരി 26 വരെ, അതായത് ഭരണഘടന നിലവിൽ വരുന്ന ദിവസം വരെ ആരാണ് ഇന്ത്യൻ പൗരനെന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് 1955 പൗരത്വ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്.
പൗരത്വ നിയമത്തിൽ പ്രധാനമായിട്ടും 5 രീതിയിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരനാവാം എന്ന് പറഞ്ഞിരിക്കുന്നു. ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബൈ ബർത്ത് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത്. അപ്പോൾ 1950 ജനുവരി 26-നും 1987 ജൂൺ 30-നും ഇടയിലാണ് നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചു എന്ന് മാത്രം തെളിയിച്ചാൽ മതി, നിങ്ങൾ ഇന്ത്യൻ പൗരത്വത്തിന് അർഹനാണ്. ഇനി 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 2-നും ഇടയിലാണ് നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇന്ത്യയിലാണ് ജനിച്ചത് എന്ന് തെളിയിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ആ സമയത്ത് ഇന്ത്യൻ പൗരനാണ് എന്നുകൂടി തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുള്ളൂ. ഇനി 2004 ഡിസംബർ 3-നോ അതിന് ശേഷമോ ആണ് നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചു എന്ന് മാത്രം തെളിയിച്ചാൽ പോരാ, നിങ്ങളുടെ മാതാപിതാക്കന്മാർ 2 പേരും ഇന്ത്യൻ പൗരന്മാരായിരുന്നിരിക്കണം. അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനും മറ്റേയാൾ ആ സമയത്ത് ഒരു അനധികൃത കുടിയേറ്റക്കാരനല്ലാതെയുമായിരിക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യയിലെ ഒരു ലീഗൽ മൈഗ്രൻ്റ് ആയിരുന്നിരിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ 2004 ഡിസംബർ 3-ന് ശേഷം ഇന്ത്യയിൽ ജനിക്കുന്ന ഒരാൾ ഇന്ത്യൻ പൗരത്വത്തിന് അർഹനാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ നിയമത്തിലെ ബൈ ബർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ഇനി സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ പുറത്ത് ജനിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഒരാൾ വിദേശ രാജ്യത്താണ് ജനിക്കുന്നത്, അയാളുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണ്. ആ കുട്ടി ജനിച്ച 1 വർഷത്തിനുള്ളിൽ ആ ജനനം അവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഇന്ത്യൻ പൗരത്വത്തിന് അർഹനാണ് എന്നാണ് ഈ സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ചില പ്രത്യേക സാഹചര്യത്തിലുള്ള ആളുകൾ, ഇപ്പോൾ തന്നെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇനി അതുമല്ല എങ്കിൽ ഇന്ത്യൻ സിറ്റിസനെ വിവാഹം ചെയ്തിട്ടുള്ള വിദേശ പൗരന്മാർ, ഇങ്ങനെയുള്ള ആളുകൾ ചില പ്രത്യേക കണ്ടീഷൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകുന്നതിനെയാണ് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശ പൗരന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. 12 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലൂടെ ഈ ഇന്ത്യൻ പൗരനായി മാറാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അവസാനത്തേതാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് എന്ന് പറയുന്നത്. ഇന്ത്യ ഏതെങ്കിലും വിദേശ ടെറിട്ടറിയെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുമ്പോൾ അവർക്ക് ആ ഒരു ടെറിട്ടറിയിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള 5 രീതികളിലാണ് ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് എന്ന് ഈ പൗരത്വ നിയമം 1955 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്നും ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും, പല രീതിയിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാം. സോ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കാൻ പറയുകയാണെങ്കിൽ ഇതിലേത് രീതിയിലാണ് നിങ്ങൾ ഇന്ത്യൻ പൗരനായത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2004 ഡിസംബർ 3-ന് ശേഷമാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇന്ത്യയിലാണ് ജനിച്ചത് എന്ന് പ്രൂവ് ചെയ്യുന്നുള്ള ഡോക്യുമെൻ്റ് വേണം. അത് ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ ആ സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്റ്റേറ്റസ് എന്താണ്, അവർ ഇന്ത്യൻ പൗരന്മാരായിരുന്നോ എന്ന് തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം ഡോക്യുമെൻറ്റുകൾ ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് പല സമയങ്ങളിലും ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ പൗരത്വം തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരികയാണ്. ഇങ്ങനെ പല ഡോക്യുമെൻറ്റുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് തൻ്റെ പൗരത്വം തെളിയിക്കേണ്ടി വരുന്നതിനകത്ത് സാങ്കേതികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ഇന്ത്യൻ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പലർക്കും അവരുടെ പൗരത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് നമ്മുടെ സിറ്റിസൺഷിപ്പിൻ്റെ പ്രൂഫ് എന്ന പേരിൽ ഒരൊറ്റ ഡോക്യുമെൻറ്റ് ഇന്ത്യൻ പൗരന്മാരുടെ കൈകളിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല? അപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു സിറ്റിസൺഷിപ്പ് കാർഡ് അല്ലെങ്കിൽ ഒരു സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നുള്ളതാണ്. അപ്പോൾ അതുവഴി ഒരാൾക്ക് പൗരത്വം തെളിയിക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കാർഡ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പൗരത്വം തെളിയിക്കാൻ സാധിക്കില്ല എന്ന് ചോദിക്കുന്നു. പക്ഷേ ലൊജിസ്റ്റിക്കലായിട്ടും അതുപോലെ തന്നെ ലീഗലായിട്ടും അതിനകത്ത് ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുമെന്നും അതിനകത്ത് പല സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഒരു കൂട്ടം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഉയർന്നു വരുന്ന രണ്ടാമത്തെ അഭിപ്രായമാണ് എന്തുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് നമ്മുടെ പൗരത്വത്തിനുള്ള ഒരു രേഖയായി ഉപയോഗിച്ചുകൂടാ എന്നുള്ളത്. കാരണം നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എവിടെ ജനിച്ചു, നമ്മൾ എന്നാണ് ജനിച്ചത്, നമ്മളുടെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡോക്യുമെൻറ്റുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. പോലീസ് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള ധാരാളം ചെക്കുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് നടത്തിയതിന് ശേഷമാണ് ഗവൺമെൻറ് ഒരാൾക്ക് ഒരു പാസ്പോർട്ട് നൽകുന്നത്. മാത്രമല്ല ഈ പാസ്പോർട്ട് ഒരു ആധികാരിക രേഖയായിട്ട് ലോകം
മുഴുവൻ അംഗീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പാസ്പോർട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൻ്റെ ഒരു സിംഗിൾ ഡോക്യുമെൻ്റ് അംഗീകരിച്ചുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് ആക്ടിൽ സെക്ഷൻ 20 ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആളുകൾക്കും പാസ്പോർട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള പാസ്പോർട്ടുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടുവരികയോ അല്ലെങ്കിൽ ആ പാസ്പോർട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം എക്സ്ട്രാ മെൻഷൻ ചെയ്യുകയോ ചെയ്താൽ പോരെ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ നിലവിൽ നിൽക്കുന്ന ഈ ഒരു സംവിധാനത്തെ എന്തുകൊണ്ട് ഉപയോഗിച്ചു കൂടാ എന്നുള്ളൊരു ചോദ്യം ആളുകൾ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടും നമ്മുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടും ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്നും മനസ്സിലാക്കിയതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഡോക്യുമെൻറ്റിലേക്ക് ഗവൺമെൻറ് പോകേണ്ടതുണ്ടോ? അല്ലെങ്കിൽ പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റായി ഗവൺമെൻറ് അംഗീകരിക്കേണ്ടതുണ്ടോ? ഇനി അതൊന്നും വേണ്ട, നിലവിലുള്ള സാഹചര്യത്തിലൂടെ തന്നെ പല ഡോക്യുമെൻറ്റുകളിലൂടെ പൗരത്വം തെളിയിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ മതിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ വിൻഡുവെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ളത് ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി. Fixed returns do not constitute guaranteed or assured returns. Investments in corporate debt securities, municipal debt securities, and securitized debt instruments are subject to credit risks, market risks, and default risks, including delay and/or default in payment.